കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനുമായി ബന്ധപ്പെട്ട കോഴ വിവാദം അതീവ ഗൗരവമേറിയതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോടികളുടെ കള്ളപ്പണം വിനിയോഗിച്ചെന്ന എം.കെ. രാഘവന്റെ വെളിപ്പെടുത്തൽ ഇന്നലെയാണ് സ്വകാര്യ ചാനൽ പുറത്തുവിട്ടത്. TV9 ചാനലാണ് ഹോട്ടൽ വ്യവസായയുടെ കൺസൾട്ടൻസി കമ്പനി പ്രതിനിധികളായി സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത ചാനൽ സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയെന്നും MP പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ചെലവഴിച്ചുവെന്ന് രാഘവൻ തങ്ങളോട് പറഞ്ഞതായി ചാനൽ അവതാരകൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം മദ്യം വിതരണം ചെയ്യണം. പണം നൽകിയാൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തകർ മദ്യം എത്തിച്ചുകൊള്ളും. ഒരു ദിവസം വാഹന പ്രചരണത്തിന് മാത്രം 10 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. 60ഓളം വാഹനങ്ങൾ ഒരു ദിവസം വേണ്ടിവരുമെന്നും രാഘവൻ ചാനൽ സംഘത്തോട് വെളിപ്പെടുത്തി. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക 70 ലക്ഷം രൂപയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഘവൻ സമർപ്പിച്ച ചെലവ് കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമുള്ളതായി കാണുന്നത്. ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് രാഘവന്റെ വാദം. എന്നാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് രാഘവന്റെ കോഴിക്കോട്ടെ MP ഓഫീസിലാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യത്തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്.